നമുക്ക് ആർട്ടിൽ സീറോ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചിത്രകല നന്നായി പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും എന്നത് മാത്രമല്ല, അതിൻ്റെ അടുത്ത ലെവലിലോട്ട് കമ്മീഷൻ വർക്ക് എടുക്കാനും അതൊരു പാസീവ് ഇൻകം പോലെ ആ ഒരു കരിയർ ബിൽഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിൻ്റെ വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള, നമ്മുടെ ആർട്ട് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള പ്രിൻസിന്റെ സ്റ്റോറി. പ്രിൻസിന്റെ വാക്കുകളിലൂടെ തന്നെ ആ ഒരു സ്റ്റോറി നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ഫെബ്രുവരി മാസത്തിൽ ഒരു ടൂർണമെന്റിൽ പോയി. അവിടുന്ന് എനിക്ക് മത്സരത്തിന്റെ ഇടയിൽ എന്റെ ആംഗിൾ വന്നിട്ട് ഫുൾ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയി. അതിനുശേഷം പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി. ബെഡിൽ കാല് പൊക്കി വെച്ച് കിടക്കണം, ചാരി ഇരിക്കാൻ കിടക്കാം, അതല്ലാതെ വേറൊന്നും നിവർത്തിയില്ല. ഒരു ദിവസം പെട്ടെന്ന് സാറിന്റെ ആഡ് എനിക്ക് കാണുന്നത്, ശാസ്ത്രീയമായിട്ട് എങ്ങനെ ചിത്രകല പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്റെ മൈൻഡിൽ എന്താണോ ഉള്ളത് അതങ്ങനെ ആഡിലൂടെ പറയുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ നമ്മൾ കോഴ്സിലൂടെ പോകുമ്പോഴാണ് അത് എത്രത്തോളം വെൽ സ്ട്രക്ചേർഡ് ആണ്, പ്രൊഫഷണൽ ആയിട്ടാണ് സാർ അത് ഡിസൈൻ ചെയ്തേക്കുന്നത് മനസ്സിലായത്. എന്റെ മൈൻഡിൽ ശരി, ആർട്ട് പഠിക്കുക, നമുക്കിപ്പോ ഡ്രോയിങ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിൽ വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോഴാണ് ഇത് ഡ്രോയിങ് മാത്രമല്ല, നിങ്ങൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ വരയ്ക്കണം, നിങ്ങൾ ഇരിക്കുന്ന ആ വർക്ക് സ്റ്റേഷൻ എങ്ങനെ സെറ്റ് ചെയ്യണം, ഒരു സ്കെച്ച് ബുക്ക് ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ചെയ്യണം, ആ രീതിയിൽ നമ്മളെ എത്രത്തോളം ഡീപ്പായിട്ടാണ് നമ്മളെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ള എനിക്ക് മനസ്സിലായി. കോൺഫിഡന്റ് ആയിട്ട് പ്രിൻസ് വർഗീസ് എന്നുള്ളിടത്ത് ആർട്ടിസ്റ്റ് പ്രിൻസ് എന്നുള്ള രീതിയിലേക്ക് പേര് മാറ്റാൻ പറ്റി എന്നുള്ളതാണ്, ആ ഒരു രീതിയിലേക്ക് മാറാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഒറ്റ വാക്കി പറയാൻ ഇരുന്ന് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഞാൻ പറയും.